السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. സ്നേഹാദരണീയരായ ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഏകനും ആരാധനക്ക് അർഹനും സർവനാമ ഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥമായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ചിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു. അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ച് നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട് നരകത്തിൽ പ്രവേശിപ്പിക്കാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ. അവൻ്റെ കരുണ കടാക്ഷം നമ്മളിൽ സദാ വർഷിക്കുമാറാട്ടെ. ആമീൻ. അതിനായി സാധാരണക്കാരായ നാം എന്ത് ചെയ്യണം എന്നുള്ളതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ച ആയത്ത് സൂറത്ത് തൗബയിൽ നിന്ന് ആണ്. ആയത്ത് നമ്പർ ചിലപ്പോൾ പരിഭാഷകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വല്പ വ്യത്യാസമുണ്ടായിരിക്കുന്നതിനാൽ കൃത്യമായി ആയത്ത് നമ്പർ പറയുന്നതിന് പകരം സൂറത്ത് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൂറത്ത് തൗബയിൽ നിങ്ങൾ പരിശോധിക്കാം. അല്ലാഹു തആല സത്യവിശ്വാസികളോടായി പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ധാരാളം പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട പേർ എന്ന് പറഞ്ഞാൽ ധാരാളം പണ്ഡിതന്മാർ ജനങ്ങളുടെ ധനം സമ്പത്ത് അന്യായമായി തിന്നുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പണ്ഡിത പുരോഹിതന്മാരെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. പ്രവാചകന്മാരെല്ലാം നിയോഗിക്കപ്പെട്ടത് മനുഷ്യരെ അല്ലാഹുവുമായി അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. യാതൊരു മധ്യവർത്തിയെയും കൂടാതെ പ്രപഞ്ചനാഥനോട് നേരിട്ട് പ്രാർത്ഥിക്കണമെന്നും മനുഷ്യരെ പഠിപ്പിക്കുവാൻ വേണ്ടിയാവുന്നു. എന്നാൽ പുരോഹിതന്മാർ എക്കാലത്തും ഇതിനെതിരാണ്. അധിക പുരോഹിതന്മാരും അള്ളാഹുവിനും സാധാരണ മനുഷ്യർക്കും ഇടയിൽ ഇടത്തട്ടുകാരായി വർത്തിച്ച് ചൂഷണം നടത്താൻ വേണ്ടി അവർ വേദഗ്രന്ഥങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഫലത്തിൽ മനുഷ്യരെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ജോലിയിലാണ് അധിക പണ്ഡിതന്മാരും ഏർപ്പെട്ടു വരുന്നത്. ഇതിനെ
ഈ കർമ്മത്തെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യരെന്ത് ചെയ്യുന്നു? പണ്ഡിതന്മാർ വിശ്വസിക്കുകയും അങ്ങനെ പണ്ഡിതന്മാരെ പിൻപറ്റുകയും അങ്ങനെ യഥാർത്ഥ മാർഗത്തിൽ നിന്നും പണ്ഡിതന്മാരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഉണ്ടായിരുന്ന ജൂത ക്രിസ്ത്യാനികൾ. അപ്പോൾ അവരെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചു പോകുന്ന ധാരാളം ജൂത ക്രിസ്ത്യാനികളെ വഴിതെറ്റിപ്പോയി. മാത്രവുമല്ല, അവർ സമ്പത്തുകൾ ചൂഷണപ്പെടുകയും ഉണ്ടായി. ഇതിനെതിരെ ആയിരുന്നു പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചത്. എക്കാലത്തും അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? പിൻപറ്റുവാൻ വേണ്ടി. ഫത്തഖുല്ലാഹ വഅതിഊൻ, അല്ലാഹു സൂക്ഷിക്കുക, എന്നെ പിൻപറ്റുക. ഇതായിരുന്നു ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരൊക്കെ തന്നെ ജനങ്ങളോട് പ്രബോധനം ചെയ്തത്. പണ്ഡിതന്മാരെ പിൻപറ്റുവാൻ, അല്ലെങ്കിൽ വാപ്പപ്പാമാരെ പിൻപറ്റുവാൻ, പൂർവികന്മാരെ പിൻപറ്റുവാൻ ഒന്നും തന്നെ ആരും എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അവരൊക്കെ പിൻപറ്റി വഴിപിടിച്ചുപോയ ചരിത്രമാണ് ഖുർആൻ നമുക്ക് നൽകുന്നത്. നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങളെ തള്ളപ്പെടുമ്പോൾ നരകത്തിൻ്റെ മലക്ക് ചോദിക്കുന്നു, നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നിട്ടില്ലേ? മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലായിരുന്നില്ലേ? സൂറത്ത് തബാറകയിൽ മുൽക്കിൽ നോക്കിയാൽ നമുക്ക് കാണാം. വന്നിട്ടുണ്ട്, ഞങ്ങൾ അവരെ കളവാക്കി. ഞങ്ങൾ അവരെ അനുസരിക്കുകയായിരുന്നെങ്കിൽ ഈ കഠോരമായ ശിക്ഷയിൽ ഞങ്ങൾ അകപ്പെടുമായിരുന്നില്ല. പണ്ഡിതന്മാരെ പിൻപറ്റി, പ്രവാചകന്മാരെ പിൻപറ്റിയതുമില്ല. അല്ലാഹു തആല എവിടെയും പണ്ഡിതന്മാരെ പിൻപറ്റുവാനായി പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാരായി പിൻപറ്റുവാനാണ് അല്ലാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനാണ് പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. സൂറത്ത് അഹ്സാബിൽ നമുക്ക് കാണാം, ഞങ്ങൾ നേതാക്കന്മാരെയും മഹാന്മാരെയും ഒക്കെ പിൻപറ്റി അങ്ങനെ ഞങ്ങളെ അവർ വഴിവെച്ചു. അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണമേ എന്നൊക്കെ കാണാം. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ നമുക്ക് നിർദ്ദേശം പണ്ഡിതന്മാരെ പിൻപറ്റരുത് എന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് പിൻപറ്റേണ്ടത്? അത് അല്ലാഹു തആല വ്യക്തമാക്കി പറയുന്നുണ്ട്, അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇذനില്ലാഹ്. അല്ലാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതിനു വേണ്ടിയാണ് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ തീർപ്പ് നമ്മൾ മുഹമ്മദ് നബിയിലൂടെ ആയിരിക്കണം കണ്ടെത്തേണ്ടത്. ഇല്ല എങ്കിൽ നമ്മൾ മുസ്ലിംകളല്ല, മുഅ്മിനീങ്ങളല്ല, വിശ്വാസികളാവുകയില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു. ഇതുണ്ടായ സൂറത്ത് നിസായിൽ നമുക്കിങ്ങനെ വചനം കാണാം, ഫലാ റബ്ബിക, നിന്റെ റബ്ബിനെ സത്യം, ലാ യുഅ്മിനൂന, അവർ വിശ്വാസികളാവുകയില്ല, ഹത്താ യഹ്കിമൂക, പ്രവാചകരെ
താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുന്നവരേക്കും ഫിമ ഷജറ ബൈനഹും അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്തുവേണം? അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വിധിയിലേക്ക്, ആ വിഷയത്തിൽ എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിധിച്ചിട്ടുള്ളത് അത് പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് അതിനെയാണ് പിൻപറ്റേണ്ടത്. എന്നല്ലാതെ പണ്ഡിത പുരോഹിതന്മാരുടെ ഫത്വയിലേക്ക് പോയാൽ വഴിച്ചു പോകും. ഇതേ സുഹൃത്ത് തന്നെ മറ്റിടത്ത് അല്ലാഹു തആല പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീനാമനൂ, സത്യവിശ്വാസികളെ, അത്തിയഉല്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുക, വഅത്തിയഉർ റസൂല, റസൂലിനെ അനുസരിക്കുക, ഉലിൽ അംരി മിൻകും, നിങ്ങളുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഫറദ്ദൂഹു ഇലല്ലാഹി റസൂൽ, നിങ്ങളത് എന്ത് ചെയ്യണം? അള്ളാഹുലേക്കും അള്ളാഹു റസൂലിലേക്കും മടക്കണം. ഭിന്നിപ്പ് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലേക്കും തിരു സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളും മടക്കണം. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അതാണ് വേണ്ടത്. ദാലിക ഖൈറുൻ വഅഹ്സൻ തഅ്വീല, അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും. നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരെ അല്ലാതെ ആരെയും പിൻപറ്റാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ഖുർആൻ നമുക്ക് നൽകുന്നത്. പ്രവാചകന്മാരെ നമുക്ക് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് മാതൃകയായി നമുക്ക് ജീവിച്ച് കാണിച്ചു തരുവാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് മാതൃകാ ജീവിതം കാണിച്ചു തന്നു. ഒരു കാര്യം ഇട്ട് കളഞ്ഞിട്ടുമില്ല, ദീൻ പൂർത്തിയാക്കി തന്നു. ഇനി അതിലൊന്നും കൂട്ടിച്ചേർക്കേണ്ടതുമില്ല, വെട്ടിച്ചുരുക്കേണ്ടതുമില്ല. പകൽ വെളിച്ചം പോലെ അത് തെളിഞ്ഞു കിടക്കുകയാണ്. അതിന് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുദ്ധ ഖുർആൻ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റരുത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാ പണ്ഡിതന്മാരും, ധാരാളം പണ്ഡിത പുരോഹിതന്മാർ യഥാർത്ഥ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു തആല നമുക്ക് വലിയ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അവർക്ക് തെറ്റുപറ്റും, എന്നാൽ തെറ്റുപറ്റാത്ത പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് പിൻപറ്റേണ്ടത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയന്മാർക്ക് ജീവിച്ച് മാതൃക കാണിച്ചു കൊടുത്തു. എന്നിട്ട് നബി സാഹിബ് ചോദിച്ച മാർഗം അത് പിൻപറ്റുവാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു. എൻ്റെ സമൂഹം 73 പിരിയും. അതിൽ 72 നരകത്തിലേക്കാണ്. ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുക. അതാരാണെന്ന് സാഹിബിനെ ചോദിച്ചപ്പോൾ ബിശ്വവയസ്സും പറഞ്ഞ മറുപടി നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. മാ അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. അപ്പോൾ ഏതെങ്കിലും സാഹിബിനെ പിൻപറ്റിയാലും മതിയാവുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിബന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഐക്യഗണ്യമായി എല്ലാവർക്കും കൂടി എതിരില്ലാത്ത ഏകാഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത് നബിയും സഹാബത്തും മാത്രമല്ല, നബിയും സഹാബത്തും, നബിയും ചേർത്തിക്കൊണ്ടാണ് പറഞ്ഞത്. നബി മാ അന അലി സഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലോ ആ മാർഗം. ആ
ആ മാർഗമാണ് നാം പിൻപറ്റേണ്ടത്. കുല്ല ഇബാദത്തും ലാ യതഅബ്ബദ അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ അനുഷ്ഠിക്കാത്ത ഒരു ഇബാദത്തുകളും ആരും അനുഷ്ഠിക്കേണ്ടതില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ പഠിപ്പിച്ചു കൊടുത്ത് നബി സാഹിബത്തെ വിളിച്ച മാർഗം ഇത്തിബാ റസൂൽ, മുത്തബി റസൂലുകളായിട്ടാണ് നാം ജീവിക്കേണ്ടത്. അതാണ് നമ്മൾ ഷഹാദത്ത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് നാം ഷഹാദത്ത് ചൊല്ലുമ്പോൾ ആരാധനക്കാരനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും മനസ്സാ വാച കർമ്മണ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഞാനിത് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോടാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്, അള്ളാഹുവിനോടാണ് നാം കരാർ ചെയ്യുന്നത്. ആ കരാറിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിൽ പ്രാപ്തിമാക്കി ഞാൻ ജീവിച്ചോളാം എന്നുള്ളതാണ്. മിഥ അംഫിൽ ജമൽ കമകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സത്യവിശ്വാസി കടിഞ്ഞാണിട്ട ഒട്ടകത്തെ പോലെ ആയിരിക്കണം. ആ കടിഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലായിരിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കണം പിൻപറ്റി ജീവിക്കേണ്ടത്. അല്ലാത്ത ആരെയും പിൻപറ്റി ജീവിക്കാൻ പാടുള്ളതല്ല. വിശുദ്ധ മറ്റൊരിടത്ത് പറഞ്ഞു, വലാ തഖു മാ ലൈസ ലക ബിഹി ഇൽമ്. നിനക്കറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകരുത് എന്ന് പറഞ്ഞാൽ അറിവ് ലഭിച്ച ശേഷമേ ഏത് കാര്യത്തിലും നടപടി സ്വീകരിക്കാവൂ എന്നല്ലാതെ അതെന്നായിരിക്കും ആ പ്രമേയത്തിൽ അങ്ങനെയുണ്ട്, ഈ പ്രമേയത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് ഊഹിച്ചുകൊണ്ട് പണ്ഡിതന്മാരങ്ങ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഊഹത്തെ ഞാൻ പിൻപറ്റാൻ പാടുള്ളതല്ല. അവിടെ സംശയാസ്പദ കാര്യം ആണെങ്കിൽ അത് നിർത്തിവെക്കണം, ചെയ്യരുത്. സ്വർഗത്തിൽ കടക്കാനുള്ള പൂർണ്ണമായ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുലേക്ക് നിങ്ങൾക്ക് അടുപ്പിക്കാൻ ആവശ്യമായ ഒരു കർമ്മങ്ങളും ഞാൻ പഠിപ്പിക്കാതെ വിട്ട് കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പകൽ വെളിച്ചം പോലെ നമ്മൾ മുമ്പിലുണ്ട്. അപ്പം നബി സ്വയം ചര്യയായിരിക്കണം നാം പിൻപറ്റേണ്ടത്. പണ്ഡിത പുരോഹിതന്മാരുടെ പ്രമേയത്തെയോ അതേപോലെ ഫത്വയെയോ നാം പിൻപറ്റിയാൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളെ ഹദീസുകൾ തെളിവില്ലാത്ത ഫത്വകളെ പിൻപറ്റിയാൽ, ഹദീസുകളിൻ്റെ തെളിവോടുകൂടിയുള്ള ഫത്വകൾ നമുക്ക് പിൻപറ്റാം. ഹദീസുകൾ തെളിവില്ലാതെ, സ്വഹീഹ് ഹദീസുകൾ തെളിവില്ലാതെ ഏതെങ്കിലും ഫത്വകളെ നമ്മൾ പിൻപറ്റിയാൽ വഴിവെച്ചു പോകും എന്നുള്ളതാണ് ഖുർആനും ഹദീസും നമുക്ക് വ്യക്തമാക്കി തരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പിൻപറ്റേണ്ടത് നബി സാഹിബത്തും ഏബച്ചും മാർഗമാണ്. അത് തെളിഞ്ഞെടുക്കുന്ന മാർഗം, അത് പൂർത്തിയാക്കി തന്നിട്ടുമുണ്ട്. അതിൽ പെടാത്ത വല്ല കാര്യങ്ങളും നാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ബിദ്അത്തായി മാറും, അനാചാരമായി മാറും. അനാചാരം ചെയ്താൽ നമ്മൾ അമലുകളൊന്നും തന്നെ അല്ലാഹു തആല അത് ഉപേക്ഷിക്കുന്നവരെ സ്വീകരിക്കുകയില്ല. മാത്രമല്ല അനാചാരങ്ങളിലൂടെയാണ് ഷിർക്കിൽ എത്തിപ്പെടുന്നത്. ഷിർക്കിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അമലുകളൊക്കെ തന്നെ അല്ലാഹു തആല ബാത്തിലാക്കി കളയുമെന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാകുന്നു. അതുകൊണ്ട് നമ്മൾ പിൻപറ്റേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്, നമ്മൾ മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് ഏത് കാലത്തും എപ്പോഴും ലോകത്ത് രണ്ട് വിഭാഗം ആളുകളുണ്ടാവും. ഒരു വിഭാഗം പണ്ഡിത പുരോഹിതന്മാർ, മറ്റൊരു വിഭാഗം സാധാരണക്കാരായ ആളുകൾ. സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകൾ പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റിയാണ് ജീവിക്കാറുള്ള പതിവ്, ഫാൻസുകളായി ജീവിക്കുന്ന പതിവ്. യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. നാം ഫാൻസുകളാകാൻ പാടുള്ളതല്ല. നമുക്ക് ഒറ്റ ഫാൻസ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സാഹിബ് മാർക്കും ഇല്ല എങ്കിൽ നമ്മൾ വഴിവെച്ച് പോകും. നമ്മൾ ആ ഒരു വിവാഹം ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. ജൂത ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്, അതായത് തൗറാത്ത് ഇഞ്ചീൽ നൽകപ്പെട്ടവരുടെ ഉപമ,
കഴുതകളോടാണ് ഉപമിച്ചത്. അതെ, ഗൗരവത്തോടു കൂടി അക്കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴുതകളെപ്പോലെ ഉപയോഗിച്ചു. അതെ, ആര്? അല്ലാഹു തആലയാണ് ഉപയോഗിച്ചത്. സൂറത്ത് ജുമഅയിൽ ഒരു വചനം ഞങ്ങൾ ഓതി കേൾപ്പിക്കാം ഇൻഷാ അല്ലാഹ്. മസുൽ ലദീന ഹമ്മിൽ തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസൽ ഹിമാരി യഹ്മിൽ അസ്വാറ. തൗറാത്ത് സ്വീകരിക്കാൻ ചുമതല ഏൽപ്പിക്കപ്പെടുകയും എന്നിട്ട് അത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്തവരുടെ ഉപമ, യഹൂദരുടെ ഉദാഹരണമാണ് അല്ലാഹു തആല പറയുന്നത്. ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു എന്ന്. വളരെയധികം ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടത് ഇത് യഹൂദികളോടല്ല പറഞ്ഞത്, യഹൂദികളെയല്ല പ്രകാരം എന്ന് നാം മനസ്സിലാക്കരുത്. കാരണം അവർക്ക് നൽകപ്പെട്ട വേദമായിരുന്നു തൗറാത്ത്. അതെന്ത് ചെയ്തു? അവർ ഏറ്റെടുത്ത് അവരർത്ഥത്തോട് വായിച്ച് പഠിച്ച് ആ തൗറാത്തിൽ എങ്ങനെയാണ് പ്രവാചകന്മാരെ പഠിച്ചറിഞ്ഞുകൊണ്ട് അവതറാത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ മാതൃക കാണിച്ചു കൊടുത്തു. ആ മാതൃകയായിരുന്നു അവർ സ്വീകരിക്കേണ്ടിയിരുന്നത്. അതൊന്നും സ്വീകരിക്കാതെ പണ്ഡിതന്മാരെന്ത് ചെയ്തു? മത നിർമ്മാണം നടത്തിയും പുതിയ ഇല്ലാത്ത കാര്യങ്ങൾ ഊട്ടിച്ചേർക്കുകയും ഉള്ളത് വെട്ടിച്ചുരുക്കുകയും ചെയ്തു. അങ്ങനെ ആ പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റുകയായിരുന്നു സാധാരണക്കാരെ ആളുകൾ ചെയ്തത്. തൗറാത്ത് അവിടെ ഉണ്ട്, പക്ഷേ അത് ഗ്രന്ഥം ചുമക്കുന്ന കഴുത പോലെയാണ്. അത് വായിച്ചു പഠിക്കുവാനോ അത് ഉൾക്കൊള്ളുവാനോ അതനുസരിച്ച് എങ്ങനെയാണോ അവരുടെ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് അത് പിൻപറ്റുവാനോ തയ്യാറായില്ല. പണ്ഡിതന്മാരെയും ആക്ഷേപിച്ചു. അവരെന്ത് ചെയ്തു? അവർ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ ധാരാളം പണ്ഡിതന്മാർ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് സൗകര്യപ്രകാരം ആ തൗറാത്തിൽ നിന്നും ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കുകയും ഹലായ കാര്യങ്ങൾ ഹറാമാക്കുകയും ചെയ്തു, കൂട്ടിച്ചേർക്കുകയും ചെയ്തു, വെട്ടിച്ചുരുക്കുകയും ചെയ്തു. അങ്ങനെ അവരെ പിൻപറ്റുക എന്നുള്ളത് എന്താവുന്നു? ശിർക്കാവുന്ന മുശ്രിക്കീങ്ങളാണ്. ഇത്തരം ആളുകളെ പിൻപറ്റരുത് എന്നുള്ളതാണ് ഖുർആൻ നമുക്ക് നൽകുന്നത്. തഅതുമുഹും ഇന്നക്കും ലമുശ്രികൂൻ കമാ ഖാല അല്ലാഹു തആല സൂറത്തുൽ അൻആമിൽ പറഞ്ഞ പോലെ. പണ്ഡിത പുരോഹിതന്മാരുടെ നിയമങ്ങൾ അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങൾ ഹലാലാക്കുക, ഹലാലാക്കിയത് ഹറാമാക്കുക, ഇങ്ങനെയുള്ള പണ്ഡിത പുരോഹിതന്മാരെ അനുസരിച്ചാൽ നിങ്ങളും മുശ്രിക്കീങ്ങൾ തന്നെയാകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വിഭാഗം ആളുകളെ പിൻപറ്റി വഴിവെച്ചുപോയ ചരിത്രങ്ങൾ ഖുർആൻ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. പണ്ഡിതന്മാരെ ഒരിക്കലും പിൻപറ്റരുത് എന്നുള്ളതാണ് ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശം. പ്രവാചകന്മാരെയാണ് പിൻപറ്റുന്നത്, പ്രവാചകന്മാരെയാണ് നമുക്ക് മാതൃകയായി അയച്ചു തന്നിട്ടുള്ളത്. ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. നിശ്ചയമായും പ്രവാചകരെ താങ്കളെ ഞാനൊരു മാതൃക സാക്ഷിയെ കൊണ്ട് അയച്ചത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയം നിങ്ങളുടെ പ്രവാചകനിൽ നല്ല മാതൃകയുണ്ട്. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇذനില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുഭവപ്രകാരം കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ പ്രവാചകന്മാരെ അയച്ചിട്ടില്ല. പ്രവാചകന്മാരെയാണ് അനുസരിക്കേണ്ടത്. ഫത്തഖുല്ലാഹ വഅതിഊൻ. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നെ പിൻപറ്റുക. പ്രവാചകന്മാരുടെ ഐക്യമായ ഒരു വാക്യമാണത്. അതുകൊണ്ട് പ്രവാചകന്മാരെ പിൻപറ്റണം. അവരെ പിൻപറ്റി മാതൃക കാണിച്ചു തന്ന സാഹിബന്മാരും നബി സാഹിബ് ഉപയോഗിച്ച മാർഗം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വഴി തെറ്റാതിരിക്കുവാൻ വേണ്ടി പഠിപ്പിച്ച മാർഗം. ആ തൗറാത്ത് അവതരിപ്പെട്ട അത് പഠിച്ചറിയാത്ത സമൂഹത്തെ പോലെ നമ്മൾ ആവാൻ പാടില്ല. നമുക്ക് ഖുർആൻ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ ഖുർആൻ നമ്മൾ എന്ത് ചെയ്യണം? അർത്ഥത്തോടുകൂടി പഠിച്ചറിയാതിരുന്നാൽ ആ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ പോലെ നാമും ആയിത്തീരും.
ഖുർആനുണ്ട്, നമ്മൾ അർത്ഥം വായിച്ചറിയുന്നില്ല. കഴുതയുടെ പുറത്ത് ഗ്രന്ഥം വെച്ച് കഴിഞ്ഞ് കഴുത തെളിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ കഴുതക്കറിയോ എന്താ ഈ ഗ്രന്ഥത്തിലുള്ളത് അറിയില്ല. ഒരു ഉദാഹരണമാണ് അള്ളാഹു നമുക്ക് എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടി? യഹൂദന്മാരും ഒക്കെ കഴിഞ്ഞു പോയല്ലോ, പിന്നെ നമ്മൾക്കെന്തിനാ ഉദാഹരണം പറഞ്ഞു? നമ്മൾ അതേപോലെ ആവരുത് എന്ന്. നമ്മളെന്ത് വേണം? ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കണം, എന്നിട്ടോ അതിൽ വിശ്വസിക്കണം. അതനുസരിച്ച് പണ്ഡിതന്മാർ അറബിയിൽ ധാരാളം തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. ആ തഫ്സീറുകൾ പിന്നാലെ നമ്മൾ പോകാൻ പാടുള്ളതല്ല. അതിന് തഫ്സീറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഹ ഹദീസുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഹദീസിനെയാണ് നാം പിൻപറ്റേണ്ടത്. ഖുർആനിൽ നാം വിശ്വസിക്കുകയാണ് വേണ്ടത്. ഖുർആൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് എങ്ങനെയാണോ സാഹിബിയന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ആ നബിചര്യയാണ് നാം പിൻപറ്റേണ്ടത്. അപ്പോൾ ഈമാൻ കാര്യത്തിലാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ പഠിച്ചു തരണം, വിശ്വസിക്കണം. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ, ആ വിശുദ്ധ ഖുർആനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിബന്മാർ പഠിപ്പിച്ച ഒരു ചര്യകൾ അതും നാം പഠിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നമാ ഊതിയൽ ഖുർആന മിസ്ലുഹു മഅഹു, നിശ്ചയമായും എനിക്ക് വിശുദ്ധ ഖുർആനും അവതരിപ്പിച്ചിട്ടുണ്ട്, അത്ര വേറെയും വാദിച്ചിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ തഫ്സീർ. അതായിരിക്കണം നാം തഫ്സീറായി സ്വീകരിക്കേണ്ടത്. അല്ലാത്ത തഫ്സീറുകളൊക്കെ തന്നെ അറബിയിൽ എഴുതി വെച്ചു എന്ന് കരുതിയുണ്ട് നമ്മൾ ഖുർആൻ തെളിവോടുകൂടി പറയുന്ന തഫ്സീറുകളല്ലാതെ മറ്റു തഫ്സീറുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം എന്നല്ലാതെ നമ്മൾ ഒരു തീരുമാനമായി സ്വീകരിക്കേണ്ടത് സ്വഹീഹ് ഹദീസ് മുഖേന ആയിരിക്കണം. അതാണ് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഫലാ റബ്ബിക്, ഇല്ല നിരപ്പൻ സത്യം ലായുമിനൂന, അവർ വിശ്വാസികളാവില്ല, ഹത്താ യഹ്കുമുക, പ്രവാചകരെ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുന്നതായിരിക്കും, ഫിമാ ശജറ ബൈനഹും, അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം നാം വിധികർത്താവ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ എന്താ മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം എല്ലായ്പ്പോഴും മാതൃകയായി സ്വീകരിക്കേണ്ടത്. കദാലിക, അപ്രകാരം ജഅൽനാക്കും ഉമ്മത്തുൻ വസത്ത, സാഹിബിയന്മാരായ അല്ലാഹു തആല പറയും, നിങ്ങൾ ഉത്തമ സമുദായം മധ്യമ സമുദായമായി എനിക്ക് അയച്ചിരിക്കുന്നു. ലതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകാ സാക്ഷികളാകുവാൻ വേണ്ടി. വയകൂന റസൂൽ അലൈക്കും ഷഹീദാ, റസൂൽ നിങ്ങൾക്കും സാക്ഷിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷി ജീവിതം, മാതൃക, അത് സ്വീകരിച്ച് സാഹിബന്മാർ ഏകോപിച്ച നബി സാഹിബ് ഏകിച്ച മാർഗം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഴി തെറ്റാതിരിക്കുവാൻ വേണ്ടി ഉപദേശകാര്യം. മാ അന അലൈഹി വസഹബി, ഞാനും എൻ്റെ സാഹിബത്തും ഏതോ ഒരു മാർഗത്തിലും ആ മാർഗം അത് നാം പഠിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമാണ്. അത് പ്രയാസമല്ലേ? പണ്ഡിത ബഹുജന്മാരോട് ചോദിച്ച അപ്രകാരം ചെയ്താൽ പോരെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴിതിരിച്ചു പോകും. കൂട്ടം കൂട്ടമായി നരകത്തിൽ ഇടപെടുമ്പോൾ നരകത്തിൻ്റെ മലക്ക് ചോദിച്ച കാര്യം മുൽക്കിലൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയേ, നിങ്ങൾക്ക് താക്കീത് വന്നില്ലേ, മുന്നറിയിപ്പ് വന്നില്ലേ, പ്രവാചനം വന്നില്ലേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആൻ മഹ്ജൂറ എന്ന് ഖേദത്തോട് പറയുന്ന ഒരു സന്ദർഭം. കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് എറിയപ്പെടുമ്പോൾ അതിന് കാരണമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വചനം സൂറത്ത് ഫുർഖാനിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നു. ഖുർആനിനെ അവർ വർജിക്കപ്പെട്ടു. ഖുർആൻ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരങ്ങളും വർജിക്കപ്പെട്ടു. പ്രവാചകന്മാർ പിൻപറ്റിയില്ല. പണ്ഡിതന്മാരെ ധാരാളം പണ്ഡിതന്മാരെ എന്ത് ചെയ്തു? ഖുർആനോ ഹദീസോ മാതൃക ഇല്ലാത്ത നിലക്ക് സ്വന്തത്തിൽ മതങ്ങളിൽ മാറ്റത്തിരുത്തുകൾ കൂട്ടിച്ചേർക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്തുകൊണ്ട് ഫത്വകളിറക്കി പണ്ഡിത പുരുഷന്മാരെ പിൻപറ്റി കാരണത്താലാണ് വഴിച്ചു പോയത്. പ്രവാചകന്മാരെ പിൻപറ്റിയില്ല എന്നുള്ള കാര്യമാണ് ഖുർആനും അതേപോലെ നബിച്ചര്യങ്ങളും നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ അർത്ഥവും വായിച്ചു പഠിക്കണം. അതിൻ്റെ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും പഠിക്കാൻ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം മക്ക ജീവിതത്തിൽ നമുക്ക് ഇന്നുണ്ടായിരുന്ന സാഹിബന്മാർക്ക് ഖുർആൻ ഓതി പേൽപ്പിച്ചുകൊണ്ട് അവരെ സംസ്കരിച്ചെടുക്കുകയായിരുന്നു, വിജ്ഞാനം നൽകുകയാണ്. തൗഹീദ് എന്നാണ്, ശിർക്ക് എന്നാണ്. തൗഹീദിൽ നിന്നും ശിർക്കിൽ വിട്ടു നിൽക്കുവാനും
തൗഹീദ് സ്വീകരിക്കുവാനുമായിരുന്നു പ്രബോധനം ചെയ്യുന്നത്. അനാചാരങ്ങൾ വിട്ടു നിൽക്കുക, ചീത്ത കാര്യങ്ങൾ വിട്ടു നിൽക്കുക, നല്ല നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ആഹ്വാനമായിരുന്നു. നമസ്കാരം പോലും 13ാമത്തെ വർഷമാണ് അല്ലാഹു തആല നമുക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നിർബന്ധമാക്കി തന്നത്. മറ്റുള്ള ഫർള് അമലുകളൊക്കെ തന്നെ ബാക്കി ശേഷിക്കുന്ന മദീന ജീവിതത്തിൽ നിന്നായിരുന്നു അല്ലാഹു തആല നടപ്പാക്കാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം ചെയ്യുക. ഹജ്ജ് അവസാനത്തിലായിരുന്നു. അതേപോലെ തന്നെ മഹാവിപത്തായ മദ്യപാനം പോലും വിരോധിച്ചത് മദീന ജീവിതത്തിലായിരുന്നു. പലിശ നിരോധിച്ചത് മദീന ജീവിതത്തിലായിരുന്നു. അതേപോലെ തന്നെ വ്യഭിചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറിഞ്ഞു കൊല്ലം ശിക്ഷ നടപ്പാക്കിയത് മദീന ജീവിതത്തിലായിരുന്നു. ഇത്രയും ഗൗരവമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഖുർആൻ അർത്ഥവും വായിച്ച് പഠിക്കുക എന്നുള്ള പ്രാധാന്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ശേഷം 13 വർഷക്കാലത്തിന് ശേഷമായിരുന്നു നമസ്കാരം പോലും നമ്മൾ നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇൽമ് പഠിക്കുക, ഖുർആൻ പഠിക്കുക. ഇൽമ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളുമാണ്. അത് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും നമുക്കുണ്ട്. അത് പഠിക്കാനുള്ള ബുദ്ധി, അതേപോലെ തന്നെ കേൾവി ശക്തി, കാഴ്ചശക്തി, സംസാരശക്തി, അതൊക്കെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിനേക്കാളും ഗൗരവപ്പെട്ട പല കാര്യങ്ങളും നാം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സാധാരണക്കായ നമുക്ക് അല്ലാഹു തആല ചെയ്ത അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തി പരിശുദ്ധ ഖുർആൻ പഠിച്ചറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പഠിച്ചറിഞ്ഞ് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി വിശ്വസിക്കുക. അത് വിശ്വസിക്കുകയാണ് വേണ്ടത്. ആ ഖുർആൻ അനുസരിച്ച്, അത് ഈമാൻ കാര്യത്തിലാണല്ലോ ഖുർആൻ പറഞ്ഞത്, അത് വിശ്വസിക്കാനുള്ളത്. ചില പണ്ഡിത പുരോഹിതന്മാർ ഖുർആൻ ആയത്തുകൾ ഓതിക്കൊണ്ട് ചില കർമ്മങ്ങൾക്ക് മരിച്ചുപോയ മഹാത്മാക്കൾക്ക് സഹായം ചോദിക്കാനോ ഫാതായ പ്രവാചകനോട് പാപം തേടുവാനോ തെളിവ് പറയാറുണ്ട്. ഹദീസുകളൊന്നും പറയാറില്ല. അങ്ങനെ ഖുർആനിൽ നിന്നും അതേപോലെ ജിന്നുകളോട് സഹായം ചോദിക്കാൻ ഒരു പണ്ഡിതൻ കോഴിച്ചൽ വെച്ച് ഖുർആനിൽ നിന്നും ഒരായത്ത് ഓതുകയുണ്ടായി. ആയത്ത് ഓതിയാൽ മാത്രം പോരാ. നമുക്ക് അവരോട് പറയാനുള്ളത്, ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയത്തുകളൊക്കെ അവതരിപ്പിച്ചത് ആർക്കാവുന്നു? അള്ളാഹുവിൻ്റെ പ്രവാചകനല്ലേ. ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിബന്മാർക്ക് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാനോ വഫാത്തായ പ്രവാചകനോട് പാപം തേടാനോ അല്ലെങ്കിൽ ജിന്നുകളോടോ മലക്കുകളോട് സഹായം ചോദിക്കുവാനോ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവർ ചോദിച്ചു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ആയത്തുകൾ ഓതിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, തഫ്സീറുകൾ സ്വയം നിർമ്മിച്ചുകൊണ്ടോ ഏതെങ്കിലും അറബി എഴുതി വെച്ച് തഫ്സീറുകളോ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി, ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ഡിത മുഹയ്യന്മാരെ പിൻപറ്റിയുള്ള അപകടം അതാണ്. നമുക്കെന്ത് വേണം? ഖുർആൻ പഠിക്കണം, അർത്ഥം പഠിക്കണം. അതോടുകൂടി അതിൻ്റെ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നാം പിൻപറ്റേണ്ടത്. ഖുർആൻ വിശ്വസിക്കുകയാണ് വേണ്ടത്. അത് ഈമാൻ കാര്യമാണ്. ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണമെങ്കിൽ അത് നബിചര്യകൾ പഠിച്ചറിയണം. അതിനെയാണ് പിൻപറ്റേണ്ടത്. നബി സാഹിബ് നിയമിച്ച മാർഗം. അപ്പോൾ ഖുർആൻ, ഹദീസ് ഇത് രണ്ടായി തന്നെ നമുക്ക് പഠിക്കണം. ഇത് അല്ലാത്ത മറ്റൊരു ഇൽമില്ല എന്നും മനസ്സിലാക്കണം. ഫൈന ഖൈറ ഹദീസ് കിതാബുല്ലാഹ്, വർത്തമാനങ്ങൾ വെച്ചിട്ട് സന്ദേശങ്ങൾ വെച്ച് ഉത്തമമായ സന്ദേശം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനാണ്. ഖൈറ ഹദി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകൾ വെച്ചിട്ട് ഏറ്റവും ഖൈറായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാകുന്നു. അപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾ ഖുർആൻ നാം സ്വീകരിക്കണം, അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. കർമ്മപരമായ കാര്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും സ്വീകരിക്കണം. ഇതാണ് ഇതിനെ പറഞ്ഞതിൻ്റെ ആകെ ചുരുക്കം. ഇതിലാണ് വിട്ടുകൊണ്ട് പണ്ഡിത പോരന്മാരെ പിൻപറ്റിയാൽ ഉഴയിച്ചു പോകും. ധാരാളം പ്രമേയങ്ങൾ നിലവിലുണ്ട്. പണ്ഡിത സമസ്തക്കാർ പ്രമേയം എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ മുസ്ലിമുകൾ അനേകം വർഷമായി ചെയ്തിരുന്നു, ഇപ്പോൾ ചെയ്തു പോരുന്നതുമായ താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു മരിച്ചുപോയ മഹാത്മാ വിശ്വാസം നടത്തുക പോലെ ധാരാളം കാര്യങ്ങൾ മൗലൂദുകളൊക്കെ തന്നെ പ്രമേയത്തിലൂടെ അവർ പാസ്സാക്കിയെടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്കെന്നല്ല സ്വീകാര്യമല്ല. നമുക്ക് അള്ളാഹുവിൻ്റെ പ്രമേയം, പരിശുദ്ധ ഖുർആൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു പ്രമേയം നാം സ്വീകരിച്ചുകൂടാ. മാതാക്കും റസൂൽ ഹദു കൊണ്ടുവന്ന് അത് സ്വീകരിക്കുക. മനഹാത്മനും ഫന്ധവും വിരോധിച്ച് വിട്ടു നിൽക്കുക. അപ്പോൾ
ഇതാണ് നാം സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനും നബി ചര്യകളും നാം അർത്ഥത്തോടു പഠിച്ചറിഞ്ഞുകൊണ്ട് നബി ചര്യകളെ ഈ പ്രാർത്ഥ്യമാക്കി ജീവിച്ചെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇത്തരം ഇതേവരെ പറഞ്ഞ ചുരുക്കം. അങ്ങനെ നബി ചര്യകൾ പഠിച്ച് അറിഞ്ഞുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് പഠിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് തൗഹീദോട് ജീവിച്ച് തൗഹീദോട് മരിച്ച് നരകിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان ولك البلاغ، لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.